അങ്ങനെ പറയാം. അതാണ് തഖിയ. അതൊന്നും ഇപ്പൊ വിശദീകരിക്കാൻ സമയമില്ല. ഭൂരിപക്ഷം ആള് എന്താണോ ഓൾക്ക് ഒപ്പിച്ച് പറയാ, ഓൽ ചെയ്യും പോലെ ചെയ്യുക. ഇവിടെ കൂട്ടത്തിൽ ഒറ്റക്കില്ലുമ്പോ വേറെ ചെയ്യുക. ആളെ കൂട്ടത്തിൽ കൂടുമ്പോ എല്ലാരും ചെയ്യും പോലെ ചെയ്യുക. ചോദിച്ചാൽ എല്ലാരും പറയും പോലെ പറയാ. ഒറ്റയ്ക്ക് എന്നാല് ഒരു കോലാശയം നടത്തുക. ഈ തഖിയ ഉള്ളത് കൊണ്ട് തന്നെ തഖ്യക്കല്ല ഉള്ളിൽ കയറിയാൽ ആചാരം ഒന്ന് വേറെയായിരുന്നു. എപ്പോഴും കാണാലോ, 3 കൊടിയല്ലേ നേർച്ചക്ക്, 3 കൊടിയാണ്. അതൊന്നും കുഞ്ഞു വിശദീകരിക്കാൻ തന്നില്ല. ഒരു വലിയ കൊടി, ഒരു മുത്തവസിത്തായ കൊടി, ഒരു സഹീറായ കൊടി. വലിയ കൊടിയിൽ 32 കയ്യടി ഉണ്ടാവും. ഈ തങ്ങൾപ്പാപ്പാന്റെ അവിടെ സ്ഥാനത്തിരിക്കുന്ന തങ്ങൾപ്പാപ്പ ഈ തുളസിയും ചന്ദനം കൂടി അരച്ചിട്ടുള്ള ആ മിശ്രിതത്തിൽ കൈവച്ചിട്ട് ഈ വെള്ളപ്പതാകം അടിക്കുക. 32. രണ്ടാമത്തേല് മുത്തവസിത്തില് 11. ചെറുതും മെല്ലേക്കും മോലിയുള്ള കഥകള് 5. വലിയത് 32 ത്വരീഖത്തുണ്ട്. ഇത്ര ഈ 32 ത്വരീഖത്തിനെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് 35 അടി. ഏതൊക്കെ 32 ത്വരീഖത്ത്? അറിഞ്ഞിട്ട് പലതും ഉണ്ട്, 1 2 ഒക്കെ സുന്നിയൊക്കെ ഉണ്ട്. ഇതാണ് പിന്നുള്ള 10 11 5 6 ഈമാനും ഇസ്ലാമും 5 6 11. അതിനൊരു കൊടി. എല്ലാവർക്കും മേലുള്ളതും ചെറിയതുമായ കൊടി എന്താ? 5 അടി. യാ മുഹമ്മദ്, യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ പ്രകടനത്തിൽ വെട്ടിവരവിൽ കൊടിയല്ല, കൊടിന്റെ പുറമെ ബാനർ പിടിച്ചു. യാ മുഹമ്മദ്, യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ. ഈ 5 ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ 5 അടി അടിച്ചടി. അതാണ് എല്ലാവർക്കും മേലെ. അതാണ് അതിന്റെ കീഴ്പ്പെട്ടുള്ളതൊക്കെ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി. അതെ. പിന്നെ നേരത്തെ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ റഷീദ് ഉസ്താദ് പറഞ്ഞോളൂ. നേർച്ച മാഷന്നെ പറയുന്നത് നേർച്ച എന്ന് പറഞ്ഞ നെതിർ എന്ന് പറഞ്ഞ അറബിയിൽ നിന്ന് ഉണ്ടായതാകാൻ ഒരു നിവൃത്തിയില്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഏത് ഇൽത്തിസാമു മുക്കല്ലഫിൻ ഖുർബത്തൻ ലം യൽസം അല്ലെങ്കിൽ ലം യജിബ്. സ്വയം വുജൂബില്ലാത്ത ഒരു ത്വാഅത്ത് ഇബാദത്തായ ഒരു കാര്യം ഒരു മുക്കല്ലഫായ മനുഷ്യൻ നിർബന്ധമാക്കിയെടുക്കുന്നതിനാണ്. ഇവിടെ എന്ത് ഖുർബത്താണുള്ളത്? അതിന്റെ വ്യക്തമായ കാരണം എനിക്കറിഞ്ഞപ്പോൾ പറഞ്ഞാൽ റഷീദ് ഉസ്താദിന്റെ പ്രസംഗം മുടങ്ങും. 3 നേർച്ച അതൊക്കെ പഠിക്കണം. 3 നേർച്ചയും കൊണ്ട്. ഒന്ന് വലിയ നേർച്ച, മറ്റൊന്ന് ചെറിയ നേർച്ച, മൂന്നാമത്തെ ആണ്ടോത്തം. വലിയ നേർച്ച മാത്രമേ നാട്ടുകാർക്ക് അറിയൂ. ചെറിയ നേർച്ച മുരീദന്മാർക്ക് ഒറ്റയ്ക്കുള്ളതാണ്. ചെറിയ നേർച്ച അതിൽ പൊതുജനങ്ങൾ ആരെയും പങ്കെടുപ്പിക്കുന്നില്ല. അത് ശൈഖും മുരീദന്മാരും മാത്രം നടത്തുന്നതാണ് ചെറിയ നേർച്ച. അത് അവരെ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ആഘോഷമാണ്. അത് പബ്ലിക് ജനങ്ങളെ കാണിക്കുന്നില്ല. കാരണം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലെ അന്ന് പൂട്ടേണ്ടി വരും. ഈ ത്വരീഖത്തിന്റെ പീഡിയ. അങ്ങനെ സുന്നത്ത് ജമാഅത്തുമായിട്ട് അതിനൊരു ബന്ധമില്ല. പുറത്ത് കാട്ടുന്നവരല്ല ഉള്ളിലുള്ളത് എന്നർത്ഥം. പിന്നെ ആണ്ടോത്ത് എന്ന് പറയുന്നത് ഇയാളുടെ ഷെയ്ഖുമാര് ഇയാൾ പറയുന്നതനുസരിച്ച് ശരിയാണെങ്കിൽ ഷെയ്ഖ് ജീദാനി തങ്ങളുടെ പേരിൽ, അതുപോലെ ചിശ്തി തങ്ങളുടെ പേരിൽ, മുക്കറം അലി എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ നേരെ ഷെയ്ഖ്. ഈ മുക്കറം അലിയുടെ പേരിൽ ഇങ്ങനെ ഷെയ്ഖന്മാരുടെ മേല് മുരീദന്മാരൊക്കെ പാടെ കൂടിയിട്ട് ഒരു കൊല്ലത്തിൽ ഒരു കത്തോത് യുവാക്കലുണ്ട്. അതിനാണ് മൂന്നാമത്തെ ആണ്ടോത്തം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആണ്ടോത്തം എന്ന് പറഞ്ഞിട്ടൊരു നേർച്ചയും ചെറിയ നേർച്ച എന്ന് പറഞ്ഞിട്ടൊരു നേർച്ചയും അത് രണ്ടും മതപരമാണ്. ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്. അത് രണ്ടും മതപരമായ ഓല തരീഖത്ത് വെച്ച് ബന്ധപ്പെട്ട വിഷയമാണ്. വലിയേർച്ച അതാണ് ഇപ്പൊ കൊണ്ടോട്ടിയാർ. വലിയേർച്ച എന്ന് പറഞ്ഞാൽ എവിടുന്ന ഞാൻ ചുരുക്കി പറയാം. സമയം പറഞ്ഞാൽ വിഷയം പ്രധാനപ്പെട്ട വിഷയമൊക്കെ പറയാൻ ബാക്കി. ഈ വലിയേർച്ച എന്ന് പറയുന്ന കൊണ്ടോട്ടിയാർച്ച തന്നെ ഈ 12 വില്ലേജിന്റെ നികുതി പിരിച്ചെടുക്കാനും കൊല്ലത്തിൽ 30,000 പറ നെല്ല് പാട്ടം പഠിച്ചെടുക്കാനും എളുപ്പമല്ലാതെ അതിന് പണിക്ക് ആളെ വെച്ചാൽ 100 കണക്കിന് ഉറുപ്യ ശമ്പളം കൊടുത്ത് പണിക്കാരെ വെക്കേണ്ടി വരും. ഔലിയാണല്ലോ, ശൈഖാണല്ലോ. അപ്പൊ ഒരു ഉറൂസ് എന്ന പേര് വലിയൊരു പരിപാടിയാണ് നടത്തിയിട്ട് സന്തോഷത്തോടു കൂടി ഘോഷയാത്രയായിട്ട് ഈ പാട്ടം പഠിക്കേണ്ട നെല്ലും
മറ്റ് കാഴ്ച വസ്തുക്കളും അത് പെട്ടിവരവായിട്ട് വരിക, കൂട്ടത്തിൽ ആ പ്രദേശത്ത് കൊടുക്കേണ്ട നികുതി. അപ്പൊ നികുതി പിരിവും നെല്ലിന്റെ പാട്ടം പിരിവും 5 കായ് മുടക്കില്ലാതെ വീട്ടിലെത്തി കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കാർഷികോത്സവമാണ് കൊണ്ടോട്ടി നേർച്ച. യഥാർത്ഥത്തിൽ നേർച്ചയും അതായിട്ടൊരു പുലബന്ധം പോലുമില്ല. പിന്നെ പൂനേവലിലൊക്കെ വന്നപ്പം ഇതൊക്കെ പോയി, അത് വേറെ വിഷയം. ഇതാണ് അതിന്റെ അസല്. ഈ നികുതി പിരിക്കാനും പാട്ടം പിരിക്കാനും ചെലവില്ലാതെ ഇങ്ങോട്ട് എത്തിക്കിട്ടും. അല്ലാതെ കുറച്ച് ചീരിനി സമ്മാനമൊക്കെ വേറെയും കിട്ടും. അതിന്റെ പൈസ ചെലവില്ല. തന്നെയല്ല, നികുതി പിരിക്കുമ്പോൾ ഒരു മുഖംചൂളിയും, പാട്ടം പിരിക്കുമ്പോൾ കുറച്ച് ബേസർപ്പുണ്ടാവും. ഇത് ഇങ്ങോട്ട് നേർച്ചയായിട്ട് ആഘോഷമായിട്ട് സന്തോഷത്തോടെ കൊണ്ടുവന്നു കൊടുക്കും. നല്ല വെളുള്ള മനുഷ്യനെ. അതുകൊണ്ട് ആ വെളു കൊണ്ടിട്ട് കാർഷികോത്സവം, അല്ലെങ്കിൽ ഉറപ്പല്ലേ, ഉറൂസാണെങ്കിൽ മരിച്ചതിന് ഒരു സമയം ഉണ്ടാവും. ആ സമയത്തല്ലേ ഉറൂസിക്ക. ഇത് എന്നാണോ കൊണ്ടോട്ടിപ്പാടത്തെ നെല്ല് കൊയ്ത്ത് കഴിയണത്, കൊയ്ത്ത് കഴിഞ്ഞ് പാടം ഒഴിവായ അറബി മാസത്തിലെ 11-ന്റെ അന്ന് പതാക ഉയർത്തും. 10-ന്റെ അന്ന് പതാക ഉയർത്തും. അടുത്ത മാസം 13, 14, 15 ദിവസങ്ങളിൽ നേർച്ച നടക്കും. ഇങ്ങനെ ഒരാണ്ടുണ്ടാവുക. നെല്ല് കൊയ്ത്ത് എന്ന് പറയുന്നത് സൂര്യചലനവുമായി ബന്ധപ്പെട്ട മലയാള കൊല്ലത്തിനല്ലേ വരുന്നത്. ആ കൊല്ലത്തിൽ എന്നാ നെല്ല് കൊയ്തത്, ആ കൊയ്ത സമയത്തുണ്ടാണ് മാസം 10-ന് പതാക കൊടിയേറ്റുകയും അടുത്ത മാസത്തെ 13, 14, 15 ദിവസങ്ങളിൽ നേർച്ച നടത്തുകയും ചെയ്യുക. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ തീർപ്പൂസ നടത്തുന്നത് പോലെ, ഹിന്ദുക്കളൊക്കെ ക്ഷേത്രോത്സവം നടത്തുന്നത് പോലെ കാർഷിക വാളവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാമോത്സവം എന്നോ കാർഷികോത്സവം എന്നോ മാത്രം പറയാൻ പറ്റുന്ന, നാട്ടിലെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഉത്സവം, ഒരു ഗ്രാമോത്സവം അല്ലെങ്കിൽ ഒരു കാർഷികോത്സവം, അതാണ് കൊണ്ടോട്ടി നേർച്ച. അല്ലാതെ നേർച്ച അതുമായിട്ട് യാതൊരു മുനാസബത്ത് പോലും ഇല്ല. ഉണ്ട്, മറ്റേനുണ്ട്. ചെറിയാർച്ചക്കും ആണ്ടത്തത്തിനുണ്ട്. അത് ഓർക്ക് മാത്രമല്ല, നാട്ടുകാർക്കില്ല. കാരണം കള്ളി പൊളിയും. ഓരോ മുരീതന്മാരല്ലാത്തവർ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ആചാരം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പൊ കള്ളി പൊളിയായി പുറത്താരും അറിയില്ല. ഓരോ നടത്തും. നാട്ടുകാരടുത്തത് എന്താണ്? ഇതിനിപ്പോ അതിന്റെ ഇടയ്ക്ക് അന്ന് ടൗണ് വികസിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഒരു കൊല്ലം വരെ വീട്ടിലേക്ക് വേണ്ട വീട്ടുപകരണങ്ങൾ, മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ചന്ത നടക്കും. ആ ചന്തയിലൂടെ കച്ചവടക്കാർ, വ്യാപാരികൾക്ക് ഒരു കൊല്ലത്തെ കച്ചവടം കിട്ടും. കച്ചവടക്കാർക്ക് വലിയ വേണ്ട. രണ്ടാമത്, ജനങ്ങൾക്ക് അവർക്ക് വേണ്ട ഒരു കൊല്ലത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒന്നിച്ച് ഒരു സൂക്കിൽ നിന്നിട്ട് കിട്ടുന്ന അന്നത്തെ ആ ഒരു മാർഗമുള്ളൂ.